പേരാമ്പ്ര എസ്റ്റേറ്റിൽ പല ഭാഗങ്ങളിലായാണ് കളനാശിനി പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് പ്രയോഗിച്ച ഇടങ്ങളിലെ പുല്ലുകളും മറ്റു ചെടികളുമെല്ലാം കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. നിരോധിത കളനാശിനിയായ റൗണ്ടപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. അമിതമായി കാട് വർദ്ധിക്കുമ്പോൾ തൊഴിലാളികൾ കാട് വെട്ടാൻ ആവശ്യപ്പെടുമ്പോൾ മാനേജ്മെൻറ്റ് മാരകമായ വിഷം തെളിച്ചുകൊണ്ടാണ് ഈ കാടിന് സമരമുണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ റൗണ്ടപ്പിന് വിഷം തെളിക്കാൻ പാടില്ല. ആ കാണുന്നതാണ് പെരുവണ്ണാമൊഴി റിസർവോയർ. ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് മാരകമായ കീടനാശിനികൾ തളിക്കുന്നത്. ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഇതുണ്ടാക്കുക. പെരുവണ്ണാമൊഴി റിസർവോയറിൽ നിന്നാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലസ്രോതസ്സും ഇവിടെയാണ്. മഴക്കാലത്തുള്ള കളനാശിനി പ്രയോഗം മൂലം മാരക വിഷാംശങ്ങൾ റിസർവോയറിലേക്ക് എത്തും. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന കീടനാശിനികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി തൊഴിലാളികളെ ബോധ്യപ്പെടുത്തി, തൊഴിലാളികൾ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മാരകമല്ലാത്ത കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ കൊടുക്കും എന്ന് തീരുമാനിച്ചതാണ്. എന്നാൽ ഇവിടെ രണ്ട് യൂണിയനുകളും അറിയാതെ ഇപ്പം ദിവസങ്ങളായി എത്രയോ ലിറ്റർ കീടനാശിനി, മാരകമായ കീടനാശിനി ഇവിടെ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അംഗീകാരമുള്ള കളനാശിനിയായ ഗ്ലൈഫോസൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിശദീകരണം. ക്യാൻസറിന് വരെ കാരണമാകുന്ന റൗണ്ടപ്പിന്റെ മറ്റൊരു പതിപ്പായ ഗ്ലൈഫോസൈറ്റ് ഇതിനകം തന്നെ പല രാജ്യങ്ങളും നിരോധിച്ചു കഴിഞ്ഞതാണ്. ക്യാമറ പേഴ്സൺ അനൂപ് സിപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.